ഇത് മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് പഠിക്കരുത്. അതായത് ഈ റിട്ടൺ ഇംഗ്ലീഷിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വ്യത്യാസം അറിയാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. കാരണം ഈ ഒരു അബദ്ധം എനിക്കും പറ്റി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നീടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ശരിക്കും റിട്ടൺ ഇംഗ്ലീഷും ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷും ഉണ്ട്. റിട്ടൺ ഇംഗ്ലീഷ് ആകുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേക ഓർഡർ ഉണ്ട്, അതിനൊരു ഫുൾ സെൻറ്റൻസ് വേണം. ഒരു പക്ക ഫുൾ സെൻറ്റൻസിൽ മാത്രമേ നമുക്ക് റിട്ടൺ ഇംഗ്ലീഷിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ സ്പോക്കൺ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഫോർമാലിറ്റി ഇല്ല. ദെൻ കൺവേയിങ് മെസ്സേജസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് അവിടെ വരുന്നത്. ഇപ്പൊ എവിടേക്കാണ് നമുക്ക് ഈ ഫുൾ സെന്റൻസ് വേണ്ടി വരുന്നത് അഥവാ റിട്ടൺ ഇംഗ്ലീഷ് വേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ബുക്ക് എഴുതണമെന്ന് വയ്ക്കാം. ബുക്ക് എഴുതുമ്പോൾ അത് ഫുൾ സെന്റൻസിൽ തന്നെ ആശയങ്ങൾ വരണം. അതേപോലെ തന്നെ എക്സാം എഴുതുമ്പോഴും പേപ്പറിൽ നമുക്ക് കറക്റ്റ് ഫുൾ സെന്റൻസിൽ തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഫുൾ സെന്റൻസിൽ തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് റിട്ടൺ ഇംഗ്ലീഷിന്റെ ആവശ്യകത വരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നിലും നമുക്ക് എന്തിന്റെ ആവശ്യകത വരുന്നില്ല. സാധാരണയുള്ള കമ്മ്യൂണിക്കേഷൻ കേസുകളിലെല്ലാം നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനിയും ഈ അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക. താങ്ക് യു.